ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷ്ടം മാത്രം ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കഴിയുന്തോറും ടെസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ ഒന്ന് കേട്ട് നോക്കിയാലോ അല്ലേ. അങ്ങനെ നമ്മുടെ ആദ്യം പറയുകയാണ് മഹേഷിനോട്, അതെ ചിപ്പിമോള് ഉള്ള കുടുക്കയും പൊട്ടിച്ച് ദേ എന്തൊക്കെ കുഞ്ഞാവയ്ക്ക് സമ്മാനം മേടിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ചിപ്പിയോട് ചോദിക്കുകയാണ്, ആഹാ ചിപ്പി അത് കൊള്ളാലോ, അല്ല കുഞ്ഞാവയ്ക്ക് മേടിച്ച എന്ത് സമ്മാനമാണെന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യടാ അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഞാനേ കുഞ്ഞാവയ്ക്ക് കൊടുത്തോളാം, കുഞ്ഞാവയ്ക്ക് മേടിച്ച സമ്മാനമല്ലേ, അപ്പം അത് ഞാൻ കുഞ്ഞാവയ്ക്ക് കൊടുത്തോളാം എന്നിങ്ങനെ പറയാം. അപ്പോഴേക്കും ആദ്യമാണെങ്കിൽ അതെ അവിടെ അപ്പൂപ്പൻ കൊണ്ടുവന്നപ്പോഴാ, അതായത് യശോദാമ്മയുടെ അച്ഛനില്ലേ, അച്ഛനൊരു തൊട്ടിലായിട്ട് വന്നപ്പം മുതലാണ് ചിപ്പിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്, എനിക്കും കുഞ്ഞാവയ്ക്ക് സമ്മാനം കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ചിപ്പി അങ്ങനെ ഒരു സമ്മാനം മേടിച്ചത്. അപ്പോൾ ഇഷിതയും അതേപോലെ തന്നെ മഹിഴൊക്കെ ചോദിക്കണം, എന്താ സമ്മാനം മേടിച്ചത്, വല്ല സ്വർണ്ണം വല്ലതും ആണ്? ഡാഡി എന്നെ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട, പക്ഷേ കുഞ്ഞാവയ്ക്ക് നല്ലൊരു സമ്മാനമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതെ ഡാഡിയെ കാണിക്കേണ്ട, എനിക്ക് യാതൊരു കാര്യമില്ല എന്നൊക്കെ പറയണം. അയ്യടാ അപ്പാളും മിടിക്കുകയാണല്ലോ. അതെ ഞാൻ മിടിക്ക് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷിതയും അതേപോലെ തന്നെ ചിപ്പിയും കൂടി നേരെ ആ റൂമിലേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും മഹേഷും അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും രാമൻ അവിടെ പിടിച്ച് നിർത്തുകയാണ്. മഹേഷേ ഒന്നവിടെ നിന്ന്, ഇനി പോകലൊക്കെ അവിടെ നിർത്തി വെച്ചേര്. എന്താച്ചാ അച്ഛനെന്താ പറഞ്ഞു വരുന്നത്, എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതെ അങ്ങോട്ട് പോകണതിലൊക്കെ ഇപ്പം ഇച്ചിരി എതിർപ്പുണ്ടെന്നാ പറയുന്നത്. അത് പ്രസവം പോലെയല്ല പ്രസവ ശുശ്രൂഷ, അതിനേക്കാളും ഗംഭീരമാണ് പ്രസവ ശുശ്രൂഷ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മഹേഷ് മോൻ ഇനി കുറേ നാളത്തേക്ക് ഇഷിതയുടെ റൂമിലേക്ക് പോവണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പ്രിയാമണിയും പിന്നെ നിൻ്റെ അമ്മയും ഒക്കെ ചേർന്ന് ഇഷിതയ്ക്ക് പ്രസവ ശുശ്രൂഷയൊക്കെ ചെയ്യട്ടേന്നേ, എന്നിട്ട് നല്ല രീതിയിൽ വരുമ്പോൾ മാത്രം ഞാൻ അങ്ങോട്ട് പോയാൽ മതി. അതുകൊണ്ട് എൻ്റെ മോൻ പോയാട്ടെ. അച്ഛാ അത് പിന്നെ അച്ഛാ ഒരിതൊന്നുമില്ല, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി കേട്ടോ. എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട്, അല്ലാതെ ഇങ്ങോട്ടല്ല എന്നും പറഞ്ഞ് നമ്മുടെ മഹേഷിനെ റൂട്ട് തിരിച്ചു വിടുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാധവിനെയാണ്. അപ്പോൾ മാധവും അതേപോലെ തന്നെ ലയയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാധവ് പറയുകയാണ്, ലയ നീ വല്ലതും കഴിച്ചായിരുന്നോ? ഓ എനിക്കൊന്നും വേണ്ട മാധവ് എന്ന് പറഞ്ഞപ്പോഴേക്കും അതെന്താ വേണ്ടാത്തത്, ഇന്നലെ പറഞ്ഞു എന്തൊരു സുഖമില്ലായ്മയെന്ന്. അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അസുഖം കൂടെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും പോയി കഴിക്കുക, എന്തെങ്കിലും ചായ എങ്കിലും കുടിക്കുക. എനിക്കൊന്നും കുടിക്കാനായിട്ട് തോന്നുന്നില്ല, എനിക്ക് എന്തൊക്കെയൊരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടോ? എന്താ ലയ എന്ത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ലയക്കൊരു ഛർദ്ദിക്കാൻ വരികയാണ്. അങ്ങനെ വാഷ് ബേസിനിൽ പോയി ഛർദ്ദിക്കുകയാണ്. പക്ഷെ നമ്മുടെ മാധവിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ഛർദ്ദിച്ചൊക്കെ വന്ന ലയയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ, നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു കുഞ്ഞുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല എൻ്റെ മാധവ്. ഇല്ലടോ, താൻ എന്നോട് പറഞ്ഞായിരുന്നല്ലോ തൻ്റെ പീരിയഡ് തെറ്റിയെന്ന്. അപ്പം തന്നെ എനിക്കൊരു ഡൗട്ടൊക്കെ തോന്നിയാണ്. മാധവ് സത്യമാണോ മാധവ്? അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകമുണ്ടോ? ദൈവം എന്നെ അനുഗ്രഹിച്ചോ? എനിക്കൊരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം ദൈവം തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമുക്ക് ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോകാം, അങ്ങനെ ഒരു ഭാഗ്യം ദൈവം നമുക്ക് തന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പം ഇഷിതയ്ക്കൊരു കുഞ്ഞ് ജനിച്ച് അപ്പോൾ ദൈവം എന്താ വിചാരിച്ചത്, ആദ്യം ഇഷിതയ്ക്ക് കുഞ്ഞ് ജനിക്കട്ടെ, അതിനുശേഷം നിങ്ങൾക്കൊരു കുഞ്ഞിനെ ലാളിക്കാനായിട്ട് ഞാൻ തരാം എന്നായിരിക്കും ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഇപ്പം നീ പ്രഗ്നൻ്റ് ആകാൻ സാധ്യതയുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുക. ഏതായാലും നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് ഡോക്ടറെ പോയി കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ ആകാശിനെ. അപ്പോൾ ആകാശാണെങ്കിൽ ഈ നമ്മുടെ ഇഷിതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഇഷിതയുടെ ഫോണിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ റിങ് ആണെന്നുണ്ടപ്പോൾ ഓടി വരികയാണ് ഇഷിത. ദൈവമേ ഫോൺ സൈലൻറ്റും ആക്കാനും മറന്നു, ഇപ്പോൾ കുഞ്ഞ് എണീറ്റാനായിരുന്നു. അയ്യോ ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ, ഇത് ആരായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇഷിത ഫോൺ എടുത്തിട്ട് ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ ഇഷിതയല്ലേ? അതെ ഞാൻ ഡോക്ടർ ഇഷിതയാണ്, നിങ്ങൾ ആരാണ്? എന്നെ മറന്നുപോയോ? ഞാനേ മറ്റാരുമല്ല, നിങ്ങളുടെ ഓരോരോ ശത്രു ആകാശ് മേനോൻ എന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് അങ്ങോട്ട് കാലി വരികയാണ്. നിങ്ങൾ എന്തിനാ എന്നെ നമ്പർ മാറ്റി വിളിക്കുന്നത്
എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർ ഇഷിത ഫോൺ എടുക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചത്. അതുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം എനിക്ക് പറയണമെന്ന് തോന്നി. നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ആദിയെക്കുറിച്ചല്ലേ? എൻ്റെ ഡോക്ടർക്ക് അതെങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി? ഞാൻ ആദിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെ, ഞാൻ ആദിയെക്കുറിച്ച് തന്നെയാണ് ഡോക്ടറോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഡോക്ടർ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. ഡോക്ടർ ഇപ്പോൾ ഒരു അമ്മയായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ചിപ്പിമോളിലേക്ക് പിന്നാലെ നടക്കാനായിട്ട് ഡോക്ടർക്ക് സമയം ഉണ്ടാവുമോ? അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? എനിക്ക് എൻ്റെ മക്കൾ എപ്പോഴും ഒരേപോലെ തന്നെയാണ്. അല്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചെന്ന് വിചാരിച്ച് ഞാൻ അവരെയൊന്നും തള്ളിക്കളയാനായിട്ട് പോകുന്നില്ല. ഡോക്ടർക്ക് ഇത്രയും വലിയ മനസ്സുണ്ടായെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തൊക്കെ വന്നാലും ഡോക്ടർ ഒന്ന് സൂക്ഷിക്കണം. ഡോക്ടറിൻ്റെ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു. പക്ഷേ ആ കുഞ്ഞിനോടായിരിക്കും ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. ആദിയുടെ കാര്യം അറിയാലോ. ഇവനെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവന് വല്ലാത്തൊരു ആദിയാണ്. പക്ഷേ ഡോക്ടർ തന്നെ അവനൊരു രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രോഗത്തിൻ്റെ പേരിവിടെ പറയുകയാണ്. നമുക്കത് വായിൽ കൊള്ളാത്തതുകൊണ്ട് നമ്മളിവിടെ അത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ രോഗത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിഷയത്തിൽ ഒന്നും ഞെട്ടുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ കാര്യങ്ങളൊക്കെ. ഒരു കുട്ടിയുടെ മൂക്കിൻ്റെ പാല ഇടിച്ച് തകർത്തവനാണ് ഈ ആദി. പിന്നെ രചനയോട് സംസാരിക്കുന്നതൊന്നും ആദിക്ക് ഇഷ്ടമല്ല. ഞാൻ രചനയോട് കൂടുതൽ സ്നേഹവും കാണിക്കുന്നത് അവന് ഇഷ്ടമല്ലെന്നേ. മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുമ്പോഴേ ഇവന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇവനിൽ നിന്ന് സ്നേഹം അകന്നു പോകുമെന്നുള്ളൊരു പേടി. അങ്ങനെ ഞാനിവന് ചോറ് വാരി കൊടുത്തപ്പോഴേ ഇവൻ ആ ചോറെല്ലാം അടിച്ച് തെറിപ്പിച്ച് പാത്രമെല്ലാം തകർത്ത് മറിച്ചവനാണ് ഈ ആദി. അതുകൊണ്ട് വല്ല സ്നേഹവും നിങ്ങളുടെ കുഞ്ഞിനോട് കുറച്ച് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ആദിയുടെ സ്വഭാവം അവിടെ മാറും. ആദിക്ക് ഭ്രാന്തമായൊരു രീതി തുടങ്ങും. പിന്നെ ഒരു തുണിക്കഷ്ണം എടുത്തിട്ടാൽ മതി നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വെച്ചിട്ട് പോടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇഷിത ഫോൺ വെച്ചിട്ട് പോവുക. അപ്പോഴേക്കും ഈ ആകാശ് ഏതായാലും പുള്ളിക്കാരത്തേക്ക് ദേഷ്യം വന്ന് തോന്നുന്നല്ലോ. ഫോൺ വെച്ചിട്ട് പോയി. എന്നാലും എങ്ങനെയെങ്കിലും ഞാൻ അവനെ പുറത്ത് കൊണ്ടുവരും, അവനെ തീർക്കാനായിട്ട്. ഇഷിതയുടെ മനസ്സിലേക്ക് ഞാനിപ്പോൾ ഒരു കനൽ വാരി ഇട്ട് കഴിഞ്ഞു. ഇനി അവൾ അതിൽ പിടിച്ച് കയറിക്കോളും. എന്തൊക്കെ വന്നാലും സ്വന്തം കുഞ്ഞിനെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മറ്റൊരുത്തി പ്രസവിച്ച കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ ആകാശ് ഇങ്ങനെ പറയുകയാണ്. പക്ഷെ ആകാശ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇഷിതയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒരു ടെൻഷനൊക്കെ നമ്മുടെ ഇഷിതയുടെ മനസ്സിലുണ്ട്. അങ്ങനെ പിന്നീട് രചനയെ കാണിക്കുകയാണ്. അപ്പോൾ രചനയാണെങ്കിൽ ആദിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവരൊരു റോട്ടിൽ വെച്ചാണ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അങ്ങോട്ട് വരികയാണ്. എന്താ മോനെ, നിനക്ക് എന്നെ കാണണമെന്നൊന്നും ആഗ്രഹമില്ലല്ലേ? മമ്മി ഞാൻ മമ്മിയെ കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞോ? ഞാൻ ആ വീട്ടിലേക്ക് വരണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. മമ്മി എന്നെ കാണാൻ എപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പം എന്നെ വിളിച്ചാൽ മതി. മമ്മി എവിടെയാണെങ്കിലും ഞാൻ അവിടെ ഓടി എത്തിക്കോളാം. പക്ഷേ മമ്മി ആ വീട്ടിലേക്ക് വരണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നും പറയണം. നിനക്കപ്പോൾ അവിടെയുള്ളവരാണ് ഇഷ്ടമല്ലേ? എടാ, ഇഷിതയ്ക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലല്ലേ. പിന്നെ ഇഷിതാമ്മയ്ക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും സന്തോഷം ഉണ്ടാവില്ലേ? ഞങ്ങളുടെ അനിയത്തിയല്ലേ അത് എന്ന് പറഞ്ഞപ്പോഴേക്കും നിനക്ക് എങ്ങനെയാണ് അത് അനിയത്തിയാവുന്നത്? നിനക്ക് ഇഷിതാമ്മ അമ്മയായിട്ട് നീ അങ്ങോട്ട് അംഗീകരിച്ചോ? പിന്നല്ലാതെ അവരെൻ്റെ അമ്മ തന്നെയാണ് മമ്മി. കാരണം എൻ്റെ ഡാഡി കല്യാണം കഴിച്ച സ്ത്രീയാണ് അവർ. അപ്പോൾ എനിക്കവരമ്മയല്ലേ? മമ്മിയൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ആ അമ്മയ്ക്ക് ജനിത കുഞ്ഞ് എനിക്ക് അനിയത്തി തന്നെയാണ്, എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്, എൻ്റെ ഡാഡിയുടെ കുഞ്ഞാണത്. അപ്പം എനിക്കത് അന്യാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കിപ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണല്ലേ? നീ സന്തോഷിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങോട്ട് പോയത്. മമ്മി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ അങ്ങോട്ട് സന്തോഷിക്കാൻ വേണ്ടിയല്ല പോയത്. പക്ഷേ ഒരു കാര്യം മമ്മി തിരിച്ചറിയണം. ഈ ആകാശങ്ങള്, ആ അങ്കിളെക്കുറിച്ച് മമ്മിക്ക് വല്ലതും അറിയോ? അങ്കിള് പറയുന്നതിനനുസരിച്ച് തുള്ളിത്തുള്ളിയല്ലേ മമ്മി നടക്കുന്നത്. ഞാൻ പല പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാക്കുകളൊന്നും മമ്മി കേട്ടിട്ടില്ല. എങ്ങനെ കേൾക്കാനാണല്ലേ? സ്വന്തം ഭർത്താവിൻ്റെ വാക്കുകൾ പോലും കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരുത്തിൻ്റെ ഒപ്പം പോവില്ലായിരുന്നു മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം നല്ല രീതിയിൽ തന്നെ മറുപടി കൊണ്ട് കൊടുക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. എപ്പോഴെങ്കിലും ഒരു ദിവസം ഈ അങ്കിളുടെ സ്വഭാവം മമ്മി തിരിച്ചറിയും. അന്നേരം മമ്മി ഇറങ്ങി വാ, ഞാൻ മമ്മിയോടൊപ്പം തന്നെ ഉണ്ടാകും. പിന്നെ ഞാൻ ആ വീട്ടിൽ നിൽക്കാത്തതിൻ്റെ കാരണം അയാൾ എന്നെ ഒന്നെങ്കിൽ കൊല്ലും മമ്മി, അല്ലെങ്കിൽ ഞാൻ നാട് വിട്ടു പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അയാളുടെ ഒപ്പം നിൽക്കാത്തത്. അത് മമ്മി ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഞാൻ ഡാഡിയോടൊപ്പം പോയത് ഞാനെന്താ സന്തോഷിക്കാനോ സുഖിക്കാനോ അല്ല മമ്മി.
എൻ്റെ നല്ല നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയത്. ഞാൻ മമ്മിയോടൊപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് എത്താൻ സാധിക്കില്ല. പക്ഷേ ഡാഡിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഡാഡി എന്നെ പഠിപ്പിക്കും, നല്ല രീതിയിൽ വളർത്തും, എനിക്ക് നല്ലൊരു ജോലി സമ്പാദിക്കാനായിട്ട് കഴിയും. അപ്പോൾ എനിക്ക് എൻ്റെ മമ്മിയുടെ കൂടെ നിൽക്കാം, മമ്മി എനിക്ക് നോക്കാനായിട്ട് സാധിക്കും. മമ്മിയുടെ മകനെ ഒന്ന് മനസ്സിലാക്കണം. ഒരിക്കലും ഞാൻ മമ്മിയെ പെരുവഴിയിൽ ഉപേക്ഷിക്കില്ല. മമ്മിക്ക് എല്ലാത്തിനും നന്മയുണ്ടാകാൻ വേണ്ടി തന്നെയാണ് മമ്മി ഞാൻ ഡാഡിയോടൊപ്പം പോയത്. എനിക്ക് നന്നായിട്ട് പഠിക്കണം, വളരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അല്ലാതെ മമ്മിയെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് സങ്കടം വരിക. രചനയാണെങ്കിൽ ആദ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ്, എൻ്റെ പൊന്നുമോനെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കരയാണ്. പിന്നെ ദയവ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആകാശങ്ങളോട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ തേടി വരും, എന്നിട്ട് എന്നെ കൊല്ലും മമ്മി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചന പറയാണ്, ആരും എൻ്റെ മോൻ്റെ ദേഹത്ത് തൊടില്ല, അത് ഏത് ആകാശമേനാണെങ്കിലും ശരി, ഞാൻ അവരെയൊന്നും വെറുതെ വിടില്ല മോനെ, നീ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കാണ്. നമ്മുടെ രചനയും പോവുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയാണ്. അപ്പോൾ ഇഷിതയാണെങ്കിൽ നേരെ നമ്മുടെ മനസ്വിനി അമ്മയെ വിളിക്കുകയാണ്. എന്താടി നീ വിളിച്ചത്, എന്തിനാണ് എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും, അത് മനസ്വിനി അമ്മേ, ഒരു വിശേഷം പറയാൻ എനിക്കറിയാം, നിനക്ക് കുഞ്ഞുണ്ടായ കാര്യമല്ലേ, ആ ഒരു കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ അവൾ പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ ഒരു വിശേഷം പറയണം. അവൾ പ്രഗ്നൻ്റ് ആണെന്നോ? ആര്? അതായത് മനസ്വിനി അമ്മയുടെ മരുമകൾ ലയ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനസ്വിനി അമ്മ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. പക്ഷേ ഞാനിതൊക്കെ പറയാനുള്ള കാരണമേ വേറൊന്നുമല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് കുറ്റങ്ങൾ ചുമത്തിയില്ലേ, അതിനെല്ലാം തിരിച്ച് മറുപടിയായിട്ട് തന്നെ. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് മാറിയില്ലെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനെല്ലാം തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇനിയും അവിടെ ചെന്ന് അവരെ ഉപദ്രവിക്കുകയും കുഞ്ഞുങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ അതൊന്നും വേണ്ട, നിങ്ങളിനി അമ്മയായിട്ട് ജീവിക്കാനായിട്ട് നോക്ക്. നിങ്ങളുടെ ഏതെങ്കിലും ശാപം ആരെങ്കിലും ഫലിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായി, അതിൻ്റെ സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചില്ലേ, നിങ്ങൾ തള്ളിപ്പറഞ്ഞില്ലേ, ആരെങ്കിലും ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ കൊച്ചുമക്കളും മക്കളും മരുമക്കളും ഒക്കെ നിങ്ങളെ വെറുക്കുന്ന ആ ഒരു രീതി വരും. പിന്നെ മരണസമയത്തില്ലേ നിങ്ങൾ തനിച്ചായിരിക്കും. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ മനസ്സിനി അമ്മ അവിടെ നിന്ന് ഭയങ്കരമായിട്ടും പൊട്ടിക്കരയാണ്. അങ്ങനെ ഈശ്വര പറയുകയാണ്, ഇനി മനസ്സിനി അമ്മയോട് എത്ര പറഞ്ഞിട്ടൊന്നും മനസ്സിലാവില്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ട് എതിർത്തൊന്നും സംസാരിച്ചില്ലല്ലോ, എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് ഇഷിത അവിടെ അങ്ങോട്ട് കാറി കയറി പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ മനസ്സിനെ അമ്മ കുറേ സമ്മാനങ്ങളുമായിട്ട് നേരെ ലയയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ലയ നോക്കുമ്പോൾ മനസ്സിനെ അമ്മ നിൽക്കുന്നു. അപ്പോൾ മാധവ് എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ മാധവും വരികയാണ്. അപ്പോൾ മോളെ ലയ ഇങ്ങോട്ട് വന്നേ, എന്താ നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നത്? കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. മോളെ ഞാൻ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു, അതിനു വേണ്ടി ദേ മധുരം തരാൻ വേണ്ടിയാണ് വന്നത്. അപ്പോഴേക്കും മാധവ് പറയാണ്, നിങ്ങൾ മധുരം തരാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഇവിടെ കുളം കലക്കാൻ വേണ്ടിയാണോ? മോനെ അങ്ങനെ പറയരുത് മോനെ, ദേ ലയ ഒരു അമ്മയായി കാണണമെന്ന് എനിക്ക് വല്ലാത്തൊരു മോഹമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൊച്ചുമക്കളല്ലേ ഇവളുടെ വയറ്റിൽ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ചിന്തയൊക്കെ ഉണ്ടോ? ഞാനിപ്പോൾ വന്നത് നിങ്ങൾ രണ്ടുപേരെയും വീട്ടിലേക്ക് കൊണ്ടുപോകാനാ. കൊള്ളാലോ, വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും കുത്തി നോവിക്കാനോ, കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാനോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊന്നും പറയരുത്, മനസ്സാക്ഷി ഇല്ലാതെ. എങ്ങനെ പിന്നെ നിങ്ങളോട് പറയാതിരിക്കും? നിങ്ങൾക്ക് മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? മോനെ, ഞാനൊരു സ്ത്രീയല്ലേ, അപ്പോൾ ഇവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമോ? നിങ്ങൾ ശ്രമിക്കും. അതുകൊണ്ടാണല്ലോ മറ്റൊരുത്തിയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നിങ്ങൾ ശ്രമിച്ചത്. ആ ഇഷിതയോട് ചെയ്ത തെറ്റുകളൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ പോകാൻ നോക്ക്, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ ഇനി വരാനായിട്ട് പോകുന്നില്ല എന്ന് മാധവ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ശരി വരണ്ട, നിങ്ങൾ വരണ്ട, നിങ്ങൾ വരുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. നിങ്ങളോടത്ത് താമസിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. എൻ്റെ തെറ്റുകളെല്ലാം എല്ലാ തെറ്റുകളും മറക്കാനും പൊറുക്കാനും ഒക്കെ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് മനസ്വിനി തറപ്പിച്ചങ്ങോട്ട് പറയുകയാണ്. ഇത് കേട്ടതും ഇവരാണെങ്കിൽ അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കുക, ഇതെന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.